ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു JM Journey. നമ്മുടെ കുബേര എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന 20-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് കുബേര മാത്രമല്ല, അതല്ലാതെ നമ്മുടെ ലാലേട്ടന്റെ ഉദനാടത്താരം റിലീസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ ഏതോ ഒരു പടം കൂടെ ഉണ്ട്. JSK ആണോ എന്ന് സംശയമുണ്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ഇത്രയും പടങ്ങളാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും കുബേര ട്രെയിലർ അവതരിപ്പിക്കുന്നു ഹെയർ, മുടി അല്ല, ഹെയർ. കുബേര ഒഫീഷ്യൽ ട്രെയിലർ മലയാളമാണ് ഞാൻ കാണുന്നത്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, അങ്ങനെ എല്ലാവരും ഉണ്ട്. സോ 11 മണിക്കൂർ മുമ്പാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ 10 മണി, 11 മണിക്കോ 11:30 എങ്ങാണ്ടാണ് ഇത് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഓഡിയോ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. SS രാജമൗലി അടക്കമുള്ള ആളുകൾ വന്നിരുന്നു. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഇത് 2 മിനിറ്റ് 39 സെക്കൻഡ് ആണുള്ളത്. നാഗാർജുനയും ഇദ്ദേഹവും രശ്മിക മന്ദനയും ഭയങ്കര കാസ്റ്റൊക്കെയാണ്. എന്താണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയുള്ളൂ. ലെറ്റ്സ് വാച്ച്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ കോടി 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 എന്ന് പറഞ്ഞാൽ എത്രയോ സാർ? ഓയിൽ എന്നത് ഒരു സാധാരണ കാര്യമല്ല. നമ്മുടെ എല്ലാം ശക്തി കവർന്നെടുക്കാൻ കഴിവുള്ള ഒരു പവർഫുൾ ആയുധം. എനിക്കത് കിട്ടിയ തീരെ സിദ്ധപ്പാച്ചി. ഈ നാട്ടിൽ പണവും പവറുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. നീതിക്ക് ന്യായത്തിന് ഒരു വിലയില്ല. അതാണ് ചരിത്രം. ആരെങ്കിലും ഇവിടെ വാ തുറന്നാ ഒന്നുകളയും ഞാൻ. അവരുടെ മേൽ കൈവയ്ക്കാൻ നിനക്ക് അധികാരമില്ല. എന്റെ പേര് ദീപക്. എന്തിനാ എന്റെ പുറകെ കൂടിയിരിക്കുന്നെ? നിങ്ങളല്ലാതെ വേറെ ആരും എനിക്കറിയില്ല മാഡം. നീ ചത്ത അത് നിനക്ക്, ഞാൻ ചത്ത എനിക്ക്. അയ്യോ, ചത്തുപോലും മാഡം. ജീവിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ജീവിക്കാൻ വേണ്ടി ജീവിക്കാലോ. നിന്നുണ്ടല്ലോ. നീ കണ്ടിരുന്നോ? പറയേ. ഒരു ഭിക്ഷക്കാരൻ എവിടെയാ അഡ്രസ് ഉള്ളത്? അവനെ എങ്ങനെ കണ്ടെത്താനാ? വെറും ഒരു ഭിക്ഷക്കാരൻ ഗവൺമെന്റിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ ദയ കാണിക്കുന്നത് നല്ലതൊക്കെ തന്നെ, പക്ഷേ ഇത് പതിയെ നിങ്ങളെ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കും. പണവും പോലീസും കോടതിയും എല്ലാം അവരുടെ കയ്യില. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ലോകം മുഴുവൻ അവന്മാരുടെയാ. ഈ ലോകം അവരുടേത് മാത്രമല്ല മാഡം, അതെനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ പണമോ പോലീസോ നിങ്ങൾ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല. എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. എന്നുവെച്ചാ കുബേര ഈ പേരിൽ തന്നെയുണ്ട്. പണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത്. പണം ഉണ്ടാക്കുക, വയറ് നിറയെ പണം, പണം തിന്നുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ കുബേരനെ കാണുന്നത്. അത്ര വലിയ പണക്കാരൻ, കുബേരൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഭയങ്കര പണക്കാരനായിട്ടുള്ള കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പരിപാടിയാണ്. അതല്ലാതെ വേറെ അർത്ഥങ്ങളുണ്ടോ എനിക്കല്ല. എന്തായാലും നല്ല വയസ്സുള്ള ആള്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയ പണക്കാരനാവുന്നതും പണം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് കാരണം ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകളും തല്ലും പിടിയും കച്ചറയും മരണവും ഒക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സബ്ജക്റ്റ് ആണ്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള സാധനമാണ് എന്ത് ഡിഫറൻസ് അതിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. ഒരു ക്ലീഷേ പരിപാടി അല്ലാതെ എന്ത് ഡിഫറൻസ് ഇതിൽ കൊണ്ടുവരുന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഈ പണമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാം. പക്ഷെ എന്ത് ഡിഫറെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, അതിന്റെ കളറിങ്, അതിന്റെ അഭിനയിക്കുന്ന ആളുകൾ, അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ ആ ഒരു ടെൻഷൻസ്, അതിന് ക്ലൈമാക്സിൽ പോലും കൊണ്ടുവന്നപ്പോൾ ആ ക്യാരക്ടർ നന്നാവല്ലേ എന്ന് തോന്നിപ്പോയൊരവസ്ഥ. അങ്ങനെ ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുബൈരയിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും വലിയ കാസ്റ്റ് വെച്ചിട്ട്, നാഗാർജുനെ പോലെ ഒരു നടൻ, രശ്മിക മന്ദന വരുന്നു, ധനുഷ് ഈ പോലെ പുറത്ത് ക്യാരക്ടർ ചെയ്യുന്നു, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്, അങ്ങനെ 5 ഭാഷയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ഡിഫറൻസ് ഇവർ കൊണ്ടുവരും? ഈ പണം ഇതിൽ കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര ഒരുപക്ഷെ പണക്ക് ഒഴിവാക്കി അവസാനം എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇട്ടെറിഞ്ഞു പോയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ധനുഷിന്റെ. പക്ഷെ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല. കാരണം തുടക്കത്തിൽ ഈ താടിയെ കൊണ്ടിട്ട് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ ബെഗ്ഗർ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. അയാള് ഞാൻ മറഞ്ഞു നോക്കുന്ന സമയത്ത് നാഗാർജുന എടുത്ത് വളർത്തുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അയാളാണ് കോട്ടൊക്കെ ഇടിപ്പിച്ച് വലിയ സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരുപക്ഷെ രക്ഷപ്പെടുത്തുകയോ
അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നാഗാർജുനയാണെങ്കിലും ആദ്യം കാണിച്ച ഭാഗത്ത് ആ താടിയൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആവറേജ് ആളെയുള്ള വലിയ പണക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മേ ബി അതിലും താഴെ അങ്ങനത്തെ ഒരാളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ പറയുന്നത് പണമാണ് പവർ, പണമാണ് വലുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് നാഗാർജുന വളർന്ന് വലുതായ ആളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഒരു പക്ഷേ സാധാരണ തോന്നിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം കൊണ്ടോ അയാളെ എടുത്ത് വലുതാക്കുന്നു. പിന്നെ അവര് തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് കോൺഫ്ലിക്ട്സ് കാര്യങ്ങളുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. രശ്മിക മന്ദന പിന്നെ ഓഫ് കോഴ്സ് സ്ഥിരം ടൈപ്പ് ഒരു സാധനം തന്നെ ആവാനാണ് സാധ്യത. പുഷ്പ 2 കണ്ടതോടുകൂടി പുള്ളിക്കാരനോടുള്ള വില പോയതാണ്. അത് ആ ക്യാരക്ടർ ആയത് കൊണ്ടല്ല, അഭിനയത്തിൻ്റെതാണ് പറയുന്നത്. വളരെ മോശം അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മുകളിലൊന്നും പുള്ളിക്കാരി ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇല്ല. പക്ഷെ കണ്ടിരിക്കാൻ രസമാണ്. അവിടെ ചില റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധനുഷിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനു മുകളിൽ ഒന്നെന്ന രീതിയിൽ, ആ സിനിമ എന്താണ്, സ്റ്റോറി എന്താണെന്നതിന് അപ്പുറത്തേക്ക് ആ ക്യാരക്ടർ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുബേര വലിയൊരു വിജയമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ഓഡിയോ ലോഞ്ച് അടക്കം മിസസ് രാജമൗലി അടക്കമുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയും വലിയ രീതിയിൽ അവർ കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനിമയാണെങ്കിലും വലിയ രീതിയിൽ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ക്യാഷ് ഒന്നും ഇതിന് കൊടുക്കില്ല. അപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിനുള്ള കളക്ഷൻ ഉണ്ടാവുമോ, അതിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. ഈ ട്രെയിലർ കണ്ടെടുത്തോളം നമ്മൾ പൊതുവെ കാണുന്ന പല സംഭവങ്ങൾ അതൊക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു മിക്സഡ് പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ബട്ട് അതുകൊണ്ട് മാത്രം നമുക്കൊന്നും പറയാൻ പറ്റില്ല. സിനിമ ഇറങ്ങട്ടെ.